वाणीगुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवासजगत्प्रणामे दृष्टिः सतां दर्शनेस्तु ഭവത്തനൂനാം. ജ്ഞാനാമൃതത്തിലെ കുടുംബാംഗങ്ങൾക്ക് നമസ്കാരം. ശ്രീമദ് ഭാഗവതം നമ്മൾ തൃതീയ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ മന്വന്തരാദി കാലപരിണാമ നിരൂപണമാണ് പറയണത്. കാലത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെ വിസ്തരിച്ച് പറയുകയാണ്. കാലസ്വരൂപനാണ് ഭഗവാൻ. അപ്പം കാലത്തെപ്പറ്റി ശ്രദ്ധിച്ചാൽ ഭഗവാനെ അറിയാൻ സാധിക്കും എന്നതുകൊണ്ട് നോക്കാം. അഥ ഏകാദശോऽധ്യായഃ. മൈത്രേയ ഉവാച. ചരമസദ്വിശേഷാണാം അനേകോ സംയുതഃ സദാ പരമാണുഃ സ വിജ്ഞേയോ നൃണാമൈക്യഭ്രമോ യതഃ. ചരമഃ സദ്വിശേഷാണാം അനേകോ അസംയുതഃ സദാ. സദ്വിശേഷാണാം ചരമഃ അനേകഃ സദാ അസംയുതഃ സഹ പരമാണുഃ വിജ്ഞേയഃ യതഃ നൃണാം ഐക്യഭ്രമഃ. സദ്വിശേഷാണാം കാര്യരൂപമായ ദൃശ്യവസ്തുക്കളുടെ ഘടകാംശങ്ങളിൽ വെച്ച് ചരമഃ അവസാനത്തേതും, അനേകഃ സദാ അസംയുതഃ ഒരു ദൃശ്യവസ്തു അല്ലാത്തതും, സദാ അസംയുതഃ എപ്പോഴും ഒന്നോടൊന്ന് ചേരാതെയുള്ളതുമായ ഒന്നുണ്ട്. സഹ അതിനെ പരമാണുഹു, അതിന് പരമാണു എന്ന് പറയും. വിജ്ഞേയഃ അതിന് പരമാണു എന്ന് അറിയപ്പെടേണ്ടതാണ്. ദൃശ്യവസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മ ഘടകമാണ് പരമാണു. അതിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് താല്പര്യം. ഇതിലെ സാങ്കേതിക പദങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാവില്ല. ഇപ്പം സംസ്കൃതവും അതിൻ്റെ മലയാളവും കാണുമ്പോൾ ഒരു ബന്ധമില്ലാത്തതുപോലെ തോന്നാം. അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഒരു ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇതാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. ദൃശ്യവസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മമായ ഘടകമാണ് പരമാണു. ആ പരമാണുവിനെ വിഭജിക്കാൻ സാധിക്കില്ല. അസംഖ്യം പരമാണുക്കൾ കൂടിച്ചേർന്നാണ് സ്ഥൂല വസ്തുക്കൾ ഉണ്ടാവുന്നത്. സ്ഥൂല വസ്തു പറഞ്ഞാൽ വലിയ വസ്തുക്കൾ, നമുക്ക് കാണാനാകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവുന്നത് കാണാൻ സാധിക്കാത്ത അത്രയോ സൂക്ഷ്മ പരമാണുക്കൾ കൂടിച്ചേർന്നിട്ടാണ്. അപ്പം പ്രപഞ്ച വസ്തുക്കളുടെ സൂക്ഷ്മഘടകം പരമാണുവും ഏറ്റവും വലിയ സ്വരൂപം പരമമഹാനുമാണ്. പരമമഹാൻ എന്നാണ് പറയുക. അതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. സത ഏവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ യത് കൈവല്യം പരമമഹാനവിശേഷോ നിരന്തരഃ. സത ഏവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ യത് സതഃ ഏവ സ്വരൂപാവസ്ഥിതസ്യ പദാർത്ഥസ്യ യത് കൈവല്യം പരമമഹാൻ അവിശേഷഃ നിരന്തരഃ. സത ഏവ കാര്യമാത്രമായതും സ്വരൂപാവസ്ഥിതസ്യ സ്വരൂപാവസ്ഥയിലെത്തിയതും ആയ ആ പദാർത്ഥത്തിൻ്റെ യാതൊരു ഏകീഭാവമുണ്ടോ അതിന് പരമമഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവിശേഷഃ നിരന്തരഃ വേർതിരിവില്ലാത്തതും വ്യത്യാസമില്ലാത്തതും ആകുന്നു അത്. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പദാർത്ഥങ്ങളെ അംശീകരിച്ചാൽ വീണ്ടും അംശീകരിക്കുവാൻ ഉതകാത്ത വിധം അതിസൂക്ഷ്മമായ അംശങ്ങളുണ്ടാവും. അവയാണ് പരമാണുക്കൾ. അത് സൂക്ഷ്മമാണ്. ഈ പരമാണുക്കളുടെ സംഘടിതമായ ആ വലിയ ആകാരത്തെ അതിനെ പരമമഹാൻ അല്ലെങ്കിൽ പരമമഹത്ത് എന്ന് പറയാം. അതുതന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചാകാരം. കാലപരിച്ഛേദ്യമായ സ്ഥൂല വസ്തുവാണിത്. ഇവിടെ കാലത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മഭേദത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. സത്തായിരിക്കുന്ന കാര്യരൂപേണ കാണപ്പെടുന്ന സകല വസ്തുക്കളുടെയും അംശങ്ങളായിരിക്കുന്നതും വിഭജിക്കാൻ കഴിയാത്തത്ര സൂക്ഷ്മമായിരിക്കുന്നതും അവസാനത്തെ അംശവുമായ ഏതൊന്നാണോ അവ അനേകമാണെങ്കിലും തമ്മിൽ യോജിക്കാതിരുന്നാൽ ഒരു വസ്തു ഉണ്ടാവില്ല.
ആ അംശത്തിന് പരമാണു എന്ന് പറയാം. പരമാണുക്കൾ അന്യോന്യം സംയോജിച്ചാൽ മാത്രമേ പദാർത്ഥങ്ങൾ ഉണ്ടാവുള്ളൂ. സൂക്ഷ്മരൂപത്തോടു കൂടിയിരിക്കുന്ന അനേകം പരമാണുക്കൾ യോജിക്കുമ്പോൾ ഉണ്ടാവുന്ന വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെ. കാര്യരൂപേണ കാണപ്പെടുന്നതും നാശത്തെ പ്രാപിക്കാതെ നിലനിൽക്കുന്നതുമായ ആകൃതികളുടെ ഐക്യം തന്നെയാണ് ഈ പ്രപഞ്ചം. പരമാണുവാകുന്ന അവയവമാണ് ഈ പ്രപഞ്ചമെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വിശേഷമോ ഭേദമോ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പരമാണുക്കളുടെ സംയോഗം കൊണ്ടാണ് ഭേദങ്ങൾ കൽപ്പിക്കപ്പെടുന്നത്. ഇതാണ് കാലപരിച്ഛേദത്തിൻ്റെ സ്ഥൂലരൂപം. പരമാണു ആവട്ടെ സൂക്ഷ്മ വസ്തുവാണ്. ഇതാണ് ഇവിടെ വർണ്ണിച്ചത്. സത ഏവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യ യത് കൈവല്യം പരമമഹാനവിശേഷോ നിരന്തരഃ. അസംഖ്യം പരമാണുക്കൾ കൂടിച്ചേർന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം. അതിൽ ജാതി വ്യക്തി വിശേഷ ഭേദങ്ങൾ ഇല്ല. പ്രപഞ്ചം സൂക്ഷ്മമായും സ്ഥൂലമായും അനുഭവപ്പെടുന്നത് പോലെ കാലവും സൂക്ഷ്മം സ്ഥൂലം എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഏവം കാലോപ്യനുമിതഃ സൗക്ഷ്മ്യേ സ്ഥൗലേ ച സത്തമ സംസ്ഥാനഭുക്തിയാ ഭഗവാൻ അവ്യക്തോ വ്യക്തഭുഗ് വിഭുഃ. സത്തമ, സത്തുക്കളിൽ വച്ച് ശ്രേഷ്ഠനായവനെ. മൈത്രേയർ വിളിക്കുകയാണ് വിതുരരെ. ഏവം കാലഃ അപി സൗക്ഷ്മ്യേ സ്ഥൗല്യേ ച അനുമിതഃ. ഇപ്രകാരം കാലത്തെയും സ്ഥൂലഭാവത്തിലും സൂക്ഷ്മഭാവത്തിലും അനുമാനിക്കപ്പെടുന്നു. അവ്യക്തഃ വിഭുഃ ഭഗവാൻ സംസ്ഥാനഭുക്തിയ വ്യക്തഭുഗ്. ഈശ്വരൻ്റെ ശക്തിയാകുന്ന സ്വരൂപത്തോടു കൂടിയതാകയാൽ കാലം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അതുകൊണ്ട് അതിന് അവ്യക്തം എന്ന് പറയും. പരമാണു മുതൽ പ്രപഞ്ചം വരെ സകല വസ്തുക്കൾക്കും ഉൽപ്പത്തി സ്ഥിതി സംഹാരം, ഉൽപ്പത്തി സ്ഥിതി ലയം. ഇതിന് കാരണം കാലം ആണ്. കാലം ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാൻ വേറെ, കാലം വേറെ എന്ന് പറയാൻ പറ്റില്ല. ശക്തനും ശക്തിയും വേറെ വേറെ എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് തന്നെയാണ്. ഇങ്ങനെ അസ്പഷ്ടവും ഭഗവാന്റെ ശക്തി സ്വരൂപവുമായ കാലം ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. സൂര്യന് പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മ ഘടകമായ പരമാണുവിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ കാലത്തെ പരമാണു എന്ന് പറയും. എന്താണ് ഒരു പറയാം? സൂര്യന് ഈ പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മ ഘടകമായ പരമാണുവിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ ആ കാലത്തെ പരമാണു എന്ന് തന്നെ വിളിക്കും. ഇനി ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വ്യാപിക്കുവാൻ സൂര്യനെടുക്കുന്ന ആ ഒരു കാലത്തെ പരമമഹത് എന്നാണ് പറയുക. ഏറ്റവും വലുതെന്നർത്ഥം പരമമഹത് എന്ന് പറഞ്ഞു വരുന്നു. സകാലഃ പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം സതോ വിശേഷഭുക് യസ്തു സകാലഃ പരമോ മഹാൻ. ഈ പ്രപഞ്ചവസ്തുക്കളിൽ പരമാണുവിനെ വ്യാപിക്കുന്ന സമയത്തിന് പരമാണു എന്ന് പറയും. അവയുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന വിശേഷരൂപത്തെ മഹാകാലം എന്നും പറയുന്നു. പരമമഹാൻ എന്നും പറയും. ഈ ലോകത്തിൽ കാലം നിർണ്ണയിക്കപ്പെടുന്നത് സൂര്യൻ്റെ ഗതി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ കാലസ്വരൂപനായ പ്രത്യക്ഷ ഈശ്വരൻ, സൂര്യനാരായണൻ അങ്ങനെയാണ് കണക്കാക്കുക. സൂര്യൻ പരമാണുവിനെ കടക്കുന്ന സമയത്തെ പരമാണു എന്ന് പറയും. 12 രാശികളായി തിരിച്ചിരിക്കുന്ന ഈ ലോകത്തെ സൂര്യൻ അതിക്രമിക്കുന്ന സമയത്തെ സംവത്സരം എന്ന് പറയും. ഇങ്ങനെ അനവധി സംവത്സരങ്ങൾ ചേർന്ന് മന്വന്തരങ്ങൾ, യുഗങ്ങൾ, കൽപ്പങ്ങൾ, അങ്ങനെ ഈ കാലം ഇങ്ങനെ പലതരത്തിൽ പറയണം. അണുർദ്വൗ പരമാണു സ്യാത് ത്രസരേണുസ്ത്രയസ്മൃതഃ ജാലാർക്കരശ്മ്യവഗതഃ ഘമേവാനുപതന്നഗാത്. അണുർദ്വൗ 2 പരമാണു ചേരുമ്പോൾ അതിനെ ഒരു അണു എന്ന് പറയും. അതായത് സൂര്യൻ 2
പരമാണുക്കളെ കടക്കുന്ന സമയം അണു. 3 പരമാണുക്കൾ ചേർന്നാൽ ത്രസരേണു. പരമാണുവും അണുവും സൂക്ഷ്മമാണ്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത് ത്രസരേണുവിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് മുതലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണ് ഇവിടെ. ഈ ജനൽ തുറന്നിടുന്ന സമയത്ത് അതിൽ കൂടി വരുന്ന സൂര്യരശ്മികളിൽ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ആ സൂര്യരശ്മികളിൽ കൂടി മേൽപോട്ട് പറക്കുന്ന പൊടികൾ കാണാം. ആ പൊടിയാണ് ത്രസരേണു. ഈ പൊടിയെ അതിക്രമിക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അതാണ് ത്രസരേണു. ഇതാണ് ജാലാർക്കരശ്മ്യവഗത ഘമേവാനുപതൻ അഗാത്. ജാലാർക്കരശ്മ്യവഗത, ജാലകത്തിലൂടെ അകത്ത് കടക്കുന്ന സൂര്യകിരണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അത് അതിസൂക്ഷ്മമായ പൊടികളാണ് ത്രസരേണുക്കൾ. അവയിലൊന്നിനെ കടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മളിവിടെ ത്രസരേണു എന്ന് പറയുന്നത്. ഇനി പറയാണ് 3 ത്രസരേണുക്കൾ കൂടിയ സമയമാണ് ത്രുടി. 3 ത്രസരേണുക്കൾ കൂടിയ സമയമാണ് ത്രുടി. 100 ത്രുടികൾ ചേർന്ന സമയത്തെ വേദം എന്ന് പറയും. 3 വേദങ്ങൾ കൂടി ചേർന്നാൽ ഒരു ലവം ആയി. 3 ലവങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു നിമേഷം. 3 നിമേഷങ്ങൾ കൂടി ചേർന്നാൽ ഒരു ക്ഷണം. 5 ക്ഷണങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു കാഷ്ഠ. 15 കാഷ്ഠകൾ കൂടി ചേർന്ന സമയമാണ് ഒരു ലഘു. 15 ലഘുക്കൾ കൂടി ചേർന്നാൽ ഒരു നാഴികയായി. 2 നാഴിക സമയമാണ് ഒരു മുഹൂർത്തം. 7.5 നാഴിക സമയം കൂടിച്ചേർന്നാൽ ഒരു യാമം. 4 യാമങ്ങൾ പകലും 4 യാമങ്ങൾ രാത്രിയും. 8 യാമം കൂടിച്ചേർന്നാൽ ഒരു ദിവസം. 15 ദിവസങ്ങൾ കൂടിച്ചേർന്നാൽ ഒരു പക്ഷം. 2 പക്ഷങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു മാസം. ഇതൊക്കെയാണ് ക്രമത്തിൽ വർണ്ണിക്കുന്നത്. ശ്ലോകം വായിക്കുമ്പോൾ തന്നെ അത് നമുക്ക് വ്യക്തമാവും. വിസ്തരിച്ചങ്ങനെ അന്വയിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ വ്യക്തമാണ്. ത്രസരേണുത്രികം ഭുങ്ക്തേ യക്കാലസത്രുടി സ്മൃത ശതഭാഗസ്തു വേദസ്യ തൈസ്ത്രിഭിസ്തു ലവസ്മൃത. 3 ത്രസരേണുവിനെ അതിക്രമിക്കാൻ വേണ്ട സമയത്തെ ത്രുടി എന്ന് പറയുന്നു എന്നാണ്. പിന്നെയോ ശതഭാഗസ്തു എന്നാണ്. 100 ത്രുടി ചേരുമ്പോൾ ഒരു വേദം. വേദസ്യ തൈസ്ത്രിഭിസ്തു ലവസ്മൃത. 3 വേദം ചേർന്ന കാലത്തെ ഒരു ലവം. ലവഹ സ്മൃത, ലവം എന്ന് പറയുന്നു. നിമേഷസ്ത്രിലവോജ്ഞേയ ആംനാദസ്തേത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദുഃ കാഷ്ഠാം ലഘുത ദശ പഞ്ചച. നിമേഷസ്ത്രിലവോജ്ഞേയ, 3 ലവം അടങ്ങിയതിന് നിമേഷം എന്ന് പറയും. 3 നിമേഷം ചേരുമ്പോൾ ഒരു ക്ഷണം. ആംനാദസ്തേത്രയ ക്ഷണ. ക്ഷണാൻ പഞ്ചവിദു കാഷ്ഠാം, 5 ക്ഷണം ചേരുന്ന സമയത്തെ കാഷ്ഠ എന്ന് പറയും. ദശപഞ്ചച ലഘുത ദശപഞ്ചച, 15 ദശപഞ്ച എന്ന് പറയുമ്പോൾ 15 കാഷ്ഠ ചേരുമ്പോൾ ഒരു ലഘു ആയി. ലഘൂനി വൈ സമാംനാത ദശപഞ്ചച നാടിക തേ ദ്വേ മുഹൂർത്ത പ്രഹര ഷഡ്യാമ സപ്തവാ നൃണാം. ലഘൂനി വൈ സമാംനാത ദശപഞ്ചച നാടിക, 15 ലഘു ചേരുമ്പോൾ ഒരു നാടിക എന്ന് പറഞ്ഞാൽ നാഴിക, ഒരു നാഴിക എന്ന് പറയും. തേദ്വേ മുഹൂർത്ത പ്രഹര, ആ 2 നാഴിക ഒരു മുഹൂർത്തം എന്ന് പറയും. പിന്നെയോ ഷഡ്യാമ സപ്തവാ നൃണാം, 6-7 നാഴിക കഴിയുന്ന സമയത്തിന് ഒരു പ്രഹരം അല്ലെങ്കിൽ ഒരു യാമം എന്ന് പറയുന്നു. ഒരു പകൽ സമയത്തിൻ്റെ 4 ഭാഗമാണ് ഒരു യാമം. 4 യാമമാണ് ഒരു പകൽ. 6-7 നാഴിക എന്ന് പറയാൻ കാരണം പകൽ സമയത്തിന് കുറവും കൂടുതലും ഉണ്ടാവാറുണ്ട്. രാവിലെയും വൈകുന്നേരവും 2 സന്ധ്യകളെ ഒഴിവാക്കിയാണ് 4 യാമം കണക്കാക്കിയിരിക്കുന്നത്. ദ്വാദശാർദ്ധഫലോന്മാനം ചതുർഭിശ്ചതുരങ്കുലൈ സ്വർണമാഷൈ കൃതഛിദ്രം യാവത് പ്രസ്ഥജലപ്ലുതം. ഒരു നാഴിക എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളത് പറയുകയാണ്. ദ്വാദശാർദ്ധഫലോന്മാനം, 6 ഫലം ചെമ്പ് കൊണ്ട് ഒരു ഡങ്ങഴി കൊള്ളുന്ന പാത്രം ഉണ്ടാക്കുക. എന്നിട്ടോ അതിൻ്റെ 2 ഭാഗവും തകിട് കൊണ്ട് മൂടണം. ചതുർഭിശ്ചതുരങ്കുലൈ സ്വർണമാഷൈ കൃതഛിദ്രം യാവത് പ്രസ്ഥജലപ്ലുതം. ഒരു ഭാഗത്ത് 4 വിരൽ നീളത്തിൽ സ്വർണം കൊണ്ട് ഒരാണി ഉണ്ടാക്കി അതുകൊണ്ട് പാത്രത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കണം. ആ പാത്രം വെള്ളത്തിലിടുക. പാത്രത്തിൽ ജലം കയറി വെള്ളത്തിൽ താഴുന്ന സമയമാണൊരു നാഴിക. നോക്കൂ,
എത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യം പറയണതെന്ന്. യാമാശ്ചത്വാരശ്ചത്വാരോ മർത്യാനാമഹനീ ഉഭേ പക്ഷ പഞ്ചദശാഹാനി ശുക്ല കൃഷ്ണശ്ച മാനദ. ഹേ മാനദ, അല്ലയോ സംപൂജ്യ, യാമാശ്ചത്വാരഹ ചത്വാരഹ, 4 യാമം മനുഷ്യർക്കൊരു പകൽ, മർത്യാനാം അഹനീ ഉഭേ, മർത്യർക്കൊരു പകലാണ്, അതുപോലെ 4 യാമം ഒരു രാത്രി. ഇങ്ങനെയുള്ള 15 പകലും 15 രാത്രിയും ചേരുമ്പോൾ ഒരു പക്ഷം. പക്ഷ പഞ്ചദശാഹാനി ശുക്ല കൃഷ്ണശ്ച മാനത, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം, ഇങ്ങനെ 2 പക്ഷങ്ങൾ. ശുക്ലപക്ഷം വെളുത്തത്, കൃഷ്ണപക്ഷം കറുത്തത്. തയോ സമുച്ചയോ മാസ പിതॄണാം തദഹർനിശം ദ്വൗ താവൃതു ഷഡയനം ഷഡയനം ദക്ഷിണം ചോത്തരം ദിവി. 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസം. തയോ സമുച്ചയോ മാസ, 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസം. ആ 2 പക്ഷങ്ങൾ പിതൃക്കൾക്ക് ഒരു പകലും ഒരു രാത്രിയുമാണ്. പിതൃണാം തദഹർനിശം ദ്വൗ താവൃതു, 2 മാസം ചേരുമ്പോൾ ഒരു ഋതു. ഷഡയനം ദക്ഷിണം ചോത്തരം ദിവി, 6 മാസം കൂടുന്നത് ഒരു അയനം, ഉത്തരായനം ദക്ഷിണായനം, ഇങ്ങനെ 2 അയനങ്ങൾ. അയനേ ചാഹനീ പ്രാഹു വത്സരോ ദ്വാദശസ്മൃത സംവത്സരശതം നൃണാം പരമായുർനിരൂപിതം. അയനേ ചാഹനീ പ്രാഹു, 2 അയനങ്ങൾ കൂടിയത് അഹനീ, ഒരു അഹോരാത്രം എന്ന് പ്രാഹു പറഞ്ഞു വരുന്നു. ദ്വാദശ വത്സര സ്മൃത, 12 മാസങ്ങൾ കൂടിയത് ഒരു സംവത്സരം. സംവത്സരശതം നൃഗണാം പരം ആയുഹു, 100 സംവത്സരക്കാലം മനുഷ്യരുടെ പരമാവധിയായ ആയുസ് നിരൂപിതം. ഇങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ പറയണത്. ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നു. പരമായുസ് 100 സംവത്സരക്കാലം, 100 വയസ്സ് വരെ. ഗ്രഹരക്ഷതാരാചക്രസ്ഥ പരമാണ്വാദിനാ ജഗത് സംവത്സരാവസാനേന പര്യേത്യനിമിഷോ വിഭു. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ചക്രത്തിലിരിക്കുന്ന കണ്ണടയ്ക്കാത്ത ഭഗവാൻ എന്നാണ്. അനിമിഷ വിഭു, കാലസ്വരൂപനായി വിളങ്ങുന്ന സൂര്യൻ്റെ ഒരു സംവത്സരം എന്ന് പറയപ്പെടുന്ന കാലത്താൽ പരമാണു മുതലുള്ള ലോകത്തെ മുഴുവൻ ഒരു പരിവർത്തി ചുറ്റി സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലസ്വരൂപനായ സൂര്യൻ പരമാണുവിൽ ആരംഭിക്കുന്നതും സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതുമായ ഗതിയാൽ ലോകത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സംവത്സരം സൂര്യൻ്റെ ഗതിക്കനുസരിച്ച് കണക്കാക്കി വരുന്ന കാലം എന്നാണ് സംവത്സരം. പരിവത്സരം അത് ബൃഹസ്പതിയാകുന്ന ഗ്രഹത്തിൻ്റെ സഞ്ചാരമനുസരിച്ചുണ്ടാകുന്ന വർഷം. ഇടാവത്സരം 30 ദിവസം വീതം ഒരു മാസത്തിന് കണക്കാക്കി 12 മാസം കഴിയുന്ന വർഷം, ഇതാണ് ഇടാവത്സരം. അനുവത്സരം എന്ന് പറഞ്ഞാൽ ചാന്ദ്രമാസപ്രകാരം വരുന്ന വർഷം. ഇതൊക്കെ വ്യത്യാസമുണ്ട്. വത്സരം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഗതിക്കനുസരിച്ച് കണക്കാക്കുന്ന വർഷം. ഇങ്ങനെ 5 വിധത്തിൽ സംവത്സരത്തെ കണക്കാക്കി വരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. സംവത്സര പരിവത്സര ഇടാവത്സര ഏവച അനുവത്സരോ വത്സരശ്ച വിദുരൈവം പ്രഭാഷ്യത്തെ. ഈ കാലത്തിന് സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. സൂര്യൻ്റെ ഗതിഭേദമാണ് ഈ പേരുകൾക്ക് അടിസ്ഥാനം. ഈ ലോകത്തെ സൂര്യൻ ഒരു തവണ ചുറ്റുന്ന കാലം സംവത്സരം, ബൃഹസ്പതിക്ക് ഒരു തവണ ചുറ്റാൻ വേണ്ടി വരുന്ന കാലം പരിവത്സരം, 30 ദിവസം കൂടുന്നത് മാസം. ഇങ്ങനെ 12 മാസം കഴിഞ്ഞാൽ ഇടാവത്സരം. നക്ഷത്രങ്ങൾ സൂര്യനെ ചുറ്റുന്ന കാലമാണ് വത്സരം. ഈ സൗരമാനം കൊണ്ട് വർഷത്തിൽ 6 ദിവസം വർദ്ധിക്കും, എന്നാൽ ചന്ദ്രമാനം കൊണ്ട് 6 ദിവസം കുറയും. ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വരുന്ന വർഷം അനുവത്സരം എന്നാണ് പറയുക. ഇങ്ങനെ 5 അനുവത്സരം കഴിയുമ്പോൾ 2 മാസങ്ങളെ മലമാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പിന്നെ ആരംഭിക്കുന്നത് വത്സരം ആയിരിക്കും. ഇപ്രകാരം കാലത്തിന് നാമം നൽകി പണ്ടുള്ള ഋഷിമാരെങ്ങനെ ഒക്കെയാണ് കണക്കാക്കിയതെന്നർത്ഥം. യഹ് സൃജ്യ ശക്തിമുരുദോച്ഛ്വസയൻ സ്വശക്തിയാ പുംസോഭ്രമായ ദ്വിവിധാവതി ഭൂതഭേദ കാലാഖ്യയാ ഗുണമയം കൃതുഭിർവിതന്വൻ തസ്മൈ ബലിം ഹരത വത്സര പഞ്ചകായ.
നാരായണമൂർത്തിയെ എല്ലാവരും ആരാധിക്കൂ എന്ന് പറയുകയാണ് ആ മൈത്രേയ മഹർഷി. എന്താ പറയണത്? യാതൊരുവനാണോ, ഭഗവാന്റെ വിശേഷങ്ങൾ പറയണം, കേമത്വം പറയാണ്. ഭൂതഭേദ കാലാഖ്യയാ സ്വശക്തിയ സൃജ്യശക്തിം ഉരുധ ഉച്ഛ്വസയൻ ക്രതുഭി ഗുണമയം വിതന്വൻ. എന്താ പറയണത്? ഭൂതങ്ങളിൽ ബാല്യ യൗവന വാർദ്ധക്യാദി വികാരങ്ങൾ കാണപ്പെടുന്നതിന് ആരാണോ കാരണം? ഇപ്പം നമ്മൾ ഉണ്ടാവുന്നു, ഇതാവുന്നു, പ്രായമാവുന്നു, മരിച്ചു പോകുന്നു. ഇതിനിപ്പോൾ ആരാ കാരണം? നമ്മളല്ല. നമ്മൾ കാരണമാണെങ്കിൽ നമ്മൾ വാർദ്ധക്യം സമ്മതിക്കില്ലല്ലോ. അതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ പലതും. കാലമാകുന്നതിൻ്റെ ശക്തി കൊണ്ട് സൂര്യമണ്ഡലത്തെ ആകാശത്തിൽ ചുറ്റി സഞ്ചരിപ്പിക്കുന്നവനാരാണോ, ഏതൊരു ശക്തിയാണോ, ആഗ്രഹിക്കുന്ന യാഗാദി കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വർഗാദി സുഖങ്ങൾ സമ്പാദിക്കാൻ സഹായിക്കുന്നത് ആരാണോ, ക്രതുഭിഹി വിതന്വൻ. ലോകരക്ഷയ്ക്ക് സഹായിക്കുന്ന ബഹുവിധ ബീജങ്ങൾക്ക് വികാസം നൽകുകയും 5 വിധത്തിലുള്ള വത്സരങ്ങളെ പ്രവർത്തിക്കുന്നവനും സൂര്യമണ്ഡലത്തിൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവനും പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നവനുമായ ആ നാരായണമൂർത്തിയെ നിങ്ങളെല്ലാവരും ആരാധിക്കുവിൻ. ആ സൂര്യനാരായണ സ്വാമിക്കായിക്കൊണ്ട് എല്ലാവരും സപര്യ ബലിം ഹരത, ബലിയെ അർപ്പിക്കൂ, സമർപ്പിക്കൂ, ആ സൂര്യനാരായണനെ പൂജിക്കൂ എന്നാണ്. പ്രത്യക്ഷ ഈശ്വരൻ തന്നെയാണ് സൂര്യൻ. അപ്പം തന്നെ ഇവിടെ വർണ്ണിച്ചത്. ഇവിടെ ബാല്യം, യൗവനം, വാർദ്ധക്യം, ജീവജാലങ്ങളിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾക്ക് ആരാണോ കാരണമായി വർത്തിക്കുന്നത്? സൂര്യനാണ്. എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനൊക്കെ കാരണം ആര് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക സൂര്യനെയാണ്. കാലമെന്ന പേരുള്ള തൻ്റെ ശക്തിയാൽ സൃഷ്ടിക്ക് വിഷയീഭവിക്കാവുന്ന പദാർത്ഥങ്ങളുടെ ഉള്ളിലെ വീര്യത്തെ പല വിധത്തിൽ ഉണർത്തിവിടുന്നവൻ, സോഴ്സ് ഓഫ് എനർജി എന്നാണ് സൂര്യനെ പറയുക. ഇതുപോലെ യാഗാദി കർമ്മങ്ങളുടെ ഫലമാകുന്ന സ്വർഗാദി ഫലത്തെ നൽകുന്നവനും മനുഷ്യരുടെ മോഹനിവൃത്തിക്കായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനും 5 വിധ സംവത്സരങ്ങൾക്കും കാരണഭൂതനുമാണ് ഈ സൂര്യൻ. ആ സൂര്യനെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്. എല്ലാവരും ആരാധിക്കൂ എന്ന് പറയാണ്. വ്യക്തമായില്ലേ? വിദുര ഉവാച പിതൃദേവ മനുഷ്യാണാമായു പരമിതം സ്മൃതം പരേഷാം ഗതിമാചക്ഷുവ യേസ്യു കൽപ്പാത് ബഹിർവിദഃ. പിതൃദേവ മനുഷ്യാണാം ആയുഹു പരമിതം സ്മൃതം. പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യർ, ഇവർക്ക് അവരവരുടെ സമയക്കണക്കനുസരിച്ച് പരമാവധി ആയുസ് 100 വർഷമാണ്. പരേഷാം ഗതിമാചക്ഷുവ യേസ്യു കൽപ്പാത് ബഹിർവിദഃ. ഇവിടെ വിതുരൻ ചോദിക്കുകയാണ്, പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യർ, ഇവർക്ക് അവരുടെ സമയക്കണക്കനുസരിച്ച് പരമാവധി ആയുസ് 100 വർഷമാണ് എന്നങ്ങ് പറഞ്ഞുവല്ലോ. ലോകങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ഉത്കൃഷ്ടന്മാരായ ആ ജ്ഞാനികളുടെ ആയുസ് എത്രയാണെന്ന് പറഞ്ഞു തരുമോ ചോദിക്കുകയാണ്. അതാണ് ഇവിടെ ചോദ്യം. പരേഷാം ഗതിം ആചക്ഷുവ. ആ പരേഷാം, ആ മഹാത്മാക്കളുടെ, ആ ജ്ഞാനികളുടെ, ആ സമുന്നതന്മാരുടെ ജീവിതയാത്ര അതൊന്ന് പറഞ്ഞു തരൂ. ഭഗവാൻ വേദകാലസ്യ ഗതിം ഭഗവതോ നനു വിശ്വം വിചക്ഷതേ ധീരാ യോഗരാധ്യേന ചക്ഷുഷ. കാലസ്വരൂപനായ ഭഗവാന്റെ സ്വരൂപത്തെ ഭഗവത് ഭക്തനായതിനാൽ അങ്ങയ്ക്ക് നന്നായി അറിയാം. ഭഗവാൻ വേദ കാലസ്യ ഗതിം ഭഗവതോ നനു. സർവജ്ഞനായ അങ്ങയ്ക്ക് കാലസ്യ ഭഗവതഃ ഗതിം വേദ നനു. കാലാത്മാവായ ഈശ്വരൻ്റെ തത്വത്തെ അറിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. ധീരാഹ യോഗരാധേന ചക്ഷുഷ വിശ്വം വിചക്ഷത്തെ. ധീരന്മാർ അവർക്ക് ആ യോഗമാകുന്ന കണ്ണുകൊണ്ട്, യോഗസംസിദ്ധമായ കണ്ണുകൊണ്ട് എല്ലാം അവരറിയുന്നു. ഒന്നിലും അവർ ഭ്രമിക്കുന്നുമില്ല, എല്ലാം അവർ അറിയുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ആ ജ്ഞാനികളുടെ ഗതി ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയാണ് വിതുരൻ. മൈത്രേയ ഉവാച. മൈത്രേയർ പറയാണ്, കൃതം ത്രയതാ ദ്വാപരം ച കലിശ്ചേതി ചതുർയുഗം ദിവ്യേർദ്വാദശഭിർവർഷൈ സാവധാനം നിരൂപിതം ചത്വാരി ത്രീണി ദ്വേ ചൈകം കൃതാദിഷു യഥാക്രമം സംഖ്യാതാനി സഹസ്രാണി ദ്വിഗുണാനി ശതാനി ച. കൃതം ത്രയതാ ദ്വാപരം ച കലിശ്ചേതി ചതുർയുഗം. കൃതം ത്രയതാ ദ്വാപരം കലി, ഇങ്ങനെ യുഗങ്ങൾ 4ആണ്.
ദേവന്മാരുടെ കാലമാനം അനുസരിച്ച് ഇവയ്ക്ക് 4 കൂടി 12,000 വർഷം ആകുന്നു. ആ 12,000 വർഷം, ആ 12,000 ദേവവർഷം കഴിയുമ്പോൾ ഒരു ചതുർയുഗം അവസാനിക്കും. ഇങ്ങനെയാണ് പറയുക. ദിവ്യേർ ദ്വാദശഭിർവർഷൈ സാവധാനം നിരൂപിതം ചത്വാരി ത്രീണി ദ്വേ ചൈകം കൃതാദിഷു യഥാക്രമം. ആദ്യത്തേതായ കൃതയുഗത്തിന് 4000 വർഷം ദൈർഘ്യമുണ്ട്. യുഗം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും 400 വർഷമുള്ള സന്ധ്യകളോടുകൂടിയാണ്. അപ്പോൾ 4800 ദേവവർഷം കഴിഞ്ഞാൽ കൃതയുഗം അവസാനിക്കും. അടുത്തായ ത്രേതായുഗത്തിന് 3000 വർഷം ഉണ്ട്. 300 വർഷം വീതമുള്ള 2 സന്ധ്യാംശങ്ങൾ കൂട്ടിച്ചേർത്ത് ആകെ 3600 വർഷമാണ് ത്രേതായുഗം. ദ്വാപരയുഗത്തിനാവട്ടെ 2000 വർഷം. സന്ധ്യാംശങ്ങൾ രണ്ടും കൂടിയ 400 വർഷം. അങ്ങനെ 2400 വർഷം കഴിഞ്ഞ് ദ്വാപരയുഗം അവസാനിക്കും. കലിയുഗത്തിന് ദൈർഘ്യം 1000 വർഷമാണ്. സന്ധ്യാംശങ്ങൾ രണ്ടും കൂടി 200 വർഷം. അങ്ങനെ 1200 ദേവവർഷമാണ് ഒരു കലിയുഗം. ആകെ 12,000 വർഷം ഒരു ചതുർയുഗം. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. കൃതം, ത്രേത, ദ്വാപരം, കലി ഇവയാണ് 4 യുഗങ്ങൾ. സന്ധ്യാംശങ്ങൾ കൂടിച്ചേർന്ന് 12,000 ദിവ്യ സംവത്സര കാലമാണ് ഈ 4 യുഗങ്ങളുടെ കണക്ക്. ദേവന്മാരുടെ ഒരു സംവത്സരത്തെയാണ് ദിവ്യ സംവത്സരം എന്ന് പറയുന്നത്. മനുഷ്യരുടെ 360 സംവത്സരം. 4000 ദിവ്യവർഷങ്ങൾ കൃതയുഗത്തിനും 3000 ദിവ്യവർഷങ്ങൾ ത്രേതായുഗത്തിനും 2000 ദിവ്യവർഷങ്ങൾ ദ്വാപരയുഗത്തിനും 1000 ദിവ്യവർഷങ്ങൾ കലിയുഗത്തിനുമുണ്ട്. കൃതയുഗത്തിന് 800, ത്രേതായുഗത്തിന് 600, ദ്വാപരയുഗത്തിന് 400, കലിയുഗത്തിന് 200 ദിവ്യവർഷങ്ങൾ സന്ധ്യാംശങ്ങളായിട്ടുമുണ്ട്. ഈ സന്ധ്യാംശങ്ങളുടെ ഇടയിലുള്ള കാലത്തെ മാത്രമേ യുഗങ്ങളായിട്ട് കണക്കാക്കുകയുള്ളൂ. അക്കാലത്താണ് യുഗധർമ്മം വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കണക്കനുസരിച്ച് കൃതയുഗം 4000, ത്രേതായുഗം 3000, ദ്വാപരയുഗം 2000, കലിയുഗം 1000 ദിവ്യ സംവത്സരങ്ങളാണ്. ഓരോ യുഗത്തിൻ്റെയും ഇടയിൽ വരുന്ന 800, 600, 400, 200 ദിവ്യ സംവത്സരങ്ങളെ സന്ധ്യാംശങ്ങളായിട്ട് കണക്കാക്കണം. ഈ സന്ധ്യാംശങ്ങളെയും കൂടി കണക്കാക്കിയിട്ടാണ് ചതുർയുഗത്തിൻ്റെ കാലം 12,000 ദിവ്യ സംവത്സരം എന്ന് പറഞ്ഞത്. ഇതിലൊന്നും വല്ലാതെ മണ്ടിട്ടുടക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ആശയങ്ങളെ സ്വീകരിക്കുക. ഇതൊക്കെ പുരാണങ്ങൾ പറയേണ്ട വിഷയങ്ങളാണ്. കാലത്തെപ്പറ്റി വിസ്തരിച്ച് പറയുകയാണ്. ആ ഋഷിമാരുടെ പ്രജ്ഞ, അവരുടെ ആ പാണ്ഡിത്യം, അവർക്ക് പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും സാങ്കേതിക ഉപകരണങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇത്രയൊക്കെ അവർ മനസ്സിലാക്കി എന്നുള്ള കാര്യം ആലോചിച്ച് നമ്മൾ അവരെ നമസ്കരിക്കുക ഈ സമയത്ത്. സന്ധ്യാംശയോരന്തരേണ യക്കാല ശതസംഖ്യയോ തമേവാഹുർയുഗം തജ്ഞ എത്ര ധർമ്മോ വിധീയത്തെ. 100 സംഖ്യകളോടുകൂടിയ സന്ധ്യാംശങ്ങളുടെ മധ്യത്തിലുള്ള കാലത്തെ മാത്രമേ വിദ്വാൻമാർ യുഗം എന്ന് പറയുന്നുള്ളൂ. അതായത് യുഗാരംഭത്തിലും യുഗാവസാനത്തിലുമുള്ള സന്ധ്യകളെ കാലസ്വരൂപം അറിയുന്ന വിദ്വാൻമാർ യുഗമായി സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അതാണ്. സന്ധ്യകളിൽ ഇത്തരം കർമ്മങ്ങളില്ല എന്നാണ്. യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ വിധിച്ച സമയം സന്ധ്യ അല്ലാത്ത സമയമാണ്. ആ സമയത്ത് കഥാശ്രവണാദികൾ നടത്താൻ വിരോധമില്ല. പക്ഷേ സന്ധ്യാസമയത്ത് മറ്റ് ഏർപ്പാടുകൾ ചെയ്യാറില്ല. ആ സന്ധ്യകളെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ കൃതയുഗം 4000 വർഷമാണ്, ത്രേതായുഗം 3000 വർഷമാണ്, ദ്വാപരം 2000 വർഷമാണ്, കലിയുഗം 1000 വർഷമാണ്. അതാണ് വർണ്ണിച്ചത്. ധർമ്മശ്ചതുഷ്പാൻ മനുജാൻ കൃതേ സമനുവർത്തതേ സ ഏവ അന്യേഷു അധർമ്മേണ വ്യതിപാദേന വർദ്ധത. ചതുഷ്പാത് ധർമ്മ കൃതേ മനുജാൻ സമനുവർത്തതേ സഹ ഏവ അന്യേഷു പാദേന വർദ്ധത അധർമ്മേണ വ്യതി. ചതുഷ്പാത് 4 പാദങ്ങളോടുകൂടിയ പൂർണ്ണമായ ധർമ്മ കൃതേ ധർമ്മം കൃതയുഗത്തിൽ മനുജാൻ സമനുവർത്തതേ മനുഷ്യരെ
അനുവർത്തിക്കുന്നു. കൃതയുഗത്തിൽ 4 കാലുകളോടുകൂടിയ സമ്പൂർണമായ ധർമ്മം മനുഷ്യരെ നന്നായി അനുവർത്തിക്കുന്നു. 4 കാല് ഏതാന്നൊക്കെ ഭാഗവത്തിൽ പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം, തപസ്, ദയ, ശൗചം, ഇതാണ് 4 കാല്. അപ്പം 4 കാലോടുകൂടിയ ആ ധർമ്മം കൃതയുഗത്തിൽ മനുഷ്യരെ അനുവർത്തിക്കുന്നു. ത്രേതായുഗത്തിൽ ധർമ്മത്തിൻ്റെ ഒരു പാദം കുറയുകയും അത്രയും ഭാഗത്ത് അധർമ്മം വ്യാപിക്കും. സ ഏവാന്യേഷു അധർമ്മേണ വേതി പാദേന വർദ്ധത. ഇങ്ങനെ പൂർണ്ണമായിരുന്ന ധർമ്മം ഓരോ യുഗത്തിലും ഓരോ പാദം കുറഞ്ഞു വരും, അധർമ്മം ഓരോ പാദം വർദ്ധിക്കുകയും ചെയ്യും. എന്നാണിപ്പം പറഞ്ഞത്. ത്രിലോക്യ യുഗസാഹസ്രം ബഹിരാ ബ്രഹ്മണോദിനം താവത്യേവ നിശാതാത എന്നിമീലതി വിശ്വസൃക്ക്. എന്താ പറയണത്? ത്രിലോക്യ യുഗസാഹസ്രം ബഹിരാ ബ്രഹ്മണോദിനം. ലോകത്തിൽ 1000 ചതുർയുഗം കഴിയുമ്പോൾ അതിന് പുറത്തിരിക്കുന്ന മഹർലോകങ്ങളിൽ ഒരു പകൽ കഴിയുന്നു. താവത്യേവ നിശാതാത എന്നിമീലതി വിശ്വസൃഗ്. അത്രയും കാലം തന്നെ രാത്രിയും. പകൽ സ്രഷ്ടാവായ ബ്രഹ്മാവ് ഉണർന്നിരിക്കുന്നു, രാത്രിയിൽ അദ്ദേഹം ഉറങ്ങണു. ഈ രാത്രിയാണ് പ്രളയം. അതാണ് അതിൽ വർണ്ണിച്ചത്. താതാ അലയോ ഉണ്ണി. യുഗസാഹസ്രം ത്രിലോക്യാഹ ബഹിഹി ആബ്രഹ്മണ ദിനം. യുഗസാഹസ്രം 1000 ചതുർയുഗം. ത്രിലോക്യാഹ ബഹിഹി 3 ലോകത്തിൽ നിന്നും അപ്പുറത്ത്. ആബ്രഹ്മണ ദിനം ബ്രഹ്മലോകം വരെ ഒരു പകൽ. താവതിയേവ നിശാ യത് അത്രയും തന്നെ രാത്രിയും. വിശ്വസൃക്ക് നിമീലതി ആ ഒരു സമയത്താണ് ബ്രഹ്മാവ് കണ്ണടച്ചുറങ്ങുന്നത്. അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. നിശാവസാന ആരബ്ധോ ലോകകൽപ്പോനുവർത്തതേ. നിശാവസാനാരബ്ധോ ലോകകൽപ്പോനുവർത്തതേ യാവദ്ദിനം ഭഗവതോ മനൂൻ ഭുഞ്ചംശ്ചതുർദശ. നിശാവസാനേ ആരബ്ധ. അത് ഒരുമിച്ചാവുമ്പോൾ നിശാവസാന ആരബ്ധ എന്നാവുകയാണ്. നിശാവസാനേ രാത്രിയുടെ അവസാനത്തിൽ, പ്രളയത്തിൻ്റെ അവസാനത്തിൽ. ലോകകൽപ്പോനുവർത്തതേ കൽപ്പം ആരംഭിക്കുമ്പോൾ. നിശാവസാനേ ആരബ്ധ ലോകകൽപ്പ അനുവർത്തതേ. വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങും. യാവദ്ദിനം ഭഗവതോൻ മനൂൻ ഭുഞ്ചംശ്ചതുർദശ. ആ രാത്രി പൂർത്തിയാക്കാതെ വച്ച, നമ്മളൊക്കെ രാത്രി പൂർത്തിയാക്കാതെ വച്ച കർമ്മം ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കുന്നത് പോലെ ബ്രഹ്മാവ് പൂർവ്വകൽപ്പത്തിൽ ചെയ്ത കർമ്മം വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ ആരംഭിക്കുന്നു. 14 മനുക്കളുടെ കാലം ബ്രഹ്മാവിന് ഒരു കൽപ്പാണ്. സ്വം സ്വം കാലം മനുർഭുങ്ക്തേ സാധികാം ഹ്യേകസപ്തതിം മന്വന്തരേഷു മനവഃ തദ്വംശിയാ ഋഷയഃസുരാഃ ഭവന്തി ചൈവ യുഗപത് സുരേശാശ്ചാനുയേ ച താൻ. മനുഹു സ്വം സ്വം കാലം സാധികാം ഏകസപ്തതിം. മനുഹു ഓരോ മനുവും സ്വം സ്വം കാലം തൻ്റെ കാലമായ സാധികാം ഏകസപ്തതിം. ഏകസപ്തതി 71. 71 വരുന്ന ചതുർയുഗത്തെ ഭുങ്ക്തേ അനുഭവിക്കുന്നു. മന്വന്തരേഷു മനവഃ തദ്വംശ്യാഃ ഋഷയഃ സുരാഃ സുരേശാഃ ച. മന്വന്തരത്തിൽ ഓരോരോ മന്വന്തരങ്ങളിലും പ്രത്യേകം മനുക്കളും അവരുടെ വംശത്തിലുണ്ടായവരും ഋഷിമാരും ദേവന്മാരും സുരേശാഃ ദേവേന്ദ്രന്മാരും താൻ അനു യേച യുഗപത് ഏവ ഭവന്തി. അവരെ അനുവർത്തിക്കുന്ന ഗന്ധർവാദികളും. യേച പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള ദേവന്മാരുടെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ ഗന്ധർവാദികൾ. ഇവരൊക്കെ ഒരേ സമയത്തുണ്ടാവുന്നു. ഇതാണ് പറഞ്ഞത്. ഒരു മനുവിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത മനുവിൻ്റെ കാലം ആരംഭിക്കുന്നതിന് ഇടയ്ക്കുള്ള കാലമാണ് ഒരു മന്വന്തരം. ഇതിൽ ഒരു മനു, ആ മനുവിൻ്റെ വംശത്തിൽ ഭവിക്കുന്ന പുത്രന്മാരായ രാജാക്കന്മാർ, സപ്തഋഷികൾ, ദേവന്മാർ, ദേവേന്ദ്രൻ, ഗന്ധർവാദികൾ, ഇങ്ങനെ 6 സംഘങ്ങളുണ്ടാവും. ഇവരെല്ലാം ചേർന്നാണ് രാജ്യം പരിപാലിക്കുന്നത്. ഇതോടൊപ്പം ഭഗവാന്റെ ഓരോ അവതാരവും ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ഏഷ ദൈനംദിന സർഗോ ബ്രാഹ്മസ്ത്രൈലോക്യവർത്തന
തിര്യങ്നൃപിതൃദേവാനാം സംഭവോ യത്ര കർമ്മഭിः ഏഷ ദൈനംദിനസർഗഃ ഏഷ ദൈനംദിനസർഗഃ ഏഷഃ ഇത് ത്രൈലോക്യവർത്തനഃ ബ്രാഹ്മഃ ദൈനംദിനഃ സർഗഃ. മൂന്ന് ലോകത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ളതായ ബ്രഹ്മാവിനെ സംബന്ധിച്ച ബ്രഹ്മാവിനെ സംബന്ധിച്ച ദൈനംദിന സർഗഃ ഓരോ ദിവസത്തിലുള്ള സൃഷ്ടിക്രമമാകുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ ത്രിലോകത്തിന് നാശം സംഭവിക്കുന്നു, അടുത്ത പകൽ വീണ്ടും ഉത്ഭവിക്കുന്നു. ഇതിന് ദൈനംദിന സൃഷ്ടി എന്ന് പറയും. ഇതിൽ അവരവരുടെ കർമാനുസരണം പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, പിതൃക്കൾ, അതാണ് തിര്യങ് നൃ പിതൃദേവാനാം സംഭവോ യത്ര കർമ്മഭി. അവരുടെ കർമാനുസാരം പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ തുടങ്ങിയവർ ഉണ്ടാവുന്നു, പിന്നെ നശിക്കും ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെയോ മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത്സത്വം സ്വമൂർത്തിഭിः മന്വാദിഭിരിതം വിശ്വമവത്യുദിത പൗരുഷഃ. മന്വന്തരേഷു ഭഗവാൻ, മന്വന്തരങ്ങളിൽ ഭഗവാൻ ബിഭ്രത് സത്വം സ്വമൂർത്തിഭിः സത്വഗുണപ്രധാനമായ ശരീരത്തെ സ്വേച്ഛയാ സ്വീകരിച്ച് ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അവതരിക്കും. മന്വാദിഭിരിതം വിശ്വം, മനു മുതലായ മന്വന്തരാധിപന്മാരോട് ചേർന്ന് അവത്യുദിത പൗരുഷഃ, പൗരുഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്തും, രക്ഷിക്കും എന്നർത്ഥം. തമോ മാത്രാമുപാദായ പ്രതിസമൃദ്ധ വിക്രമഃ കാലേനാനുഗതാശേഷാസ്തേ തൂഷ്ണീം ദിനാത്യയേ. തമോ മാത്രാമുപാദായ, ആ തമോ ഗുണത്തെ സ്വീകരിച്ചിട്ട് പ്രതിസമൃദ്ധ വിക്രമഃ തമോ ഗുണത്തെ സ്വീകരിച്ചിട്ട് ആ വിശ്വസൃഷ്ടിയെ നിർത്തും. രാത്രിയാവുമ്പോൾ തമോ ഗുണത്തെ സ്വീകരിച്ചിട്ട് ആ വിശ്വസൃഷ്ടിയെ നിർത്തുന്നു, ആ വിശ്വസൃഷ്ടിയാകുന്ന കർമ്മത്തെ നിർത്തുന്നു. പിന്നെയോ കാലേനാനുഗതാശേഷാസ്തേ തൂഷ്ണീം ദിനാത്യയേ, ആ പകൽ സമയത്തുണ്ടായ എല്ലാത്തിനെയും തന്നിൽ ലയിപ്പിക്കുന്നതിന് കാലശക്തി സഹായിക്കും. കാലേനാനുഗതാശേഷാസ്തേ, എല്ലാം ഉള്ളിൽ അടക്കി വച്ചുകൊണ്ട് ഉറങ്ങും ബ്രഹ്മാവ്. ആസ്തേ തൂഷ്ണീം ദിനാത്യയേ, കാലേന അനുഗതാശേഷ ദിനാത്യയെ തൂഷ്ണീമാസ്തേ, കാലശക്തിയാൽ തന്നിൽ തന്നെ വന്നണഞ്ഞ സർവ്വചരാചരങ്ങളോടുകൂടെ ദിനാത്യയെ പകലിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് തൂഷ്ണീം ആസ്തേ മിണ്ടാതിരിക്കുന്നു. പിന്നെയോ തമേവാന്വപിധീയന്തേ ലോകാ ഭൂരാദയസ്ത്രയഃ നിശായാം അനുവൃത്തായാം നിർമുക്ത ശശിഭാസ്കരം. തമേവ അന്വപിധീയന്തേ, അനു അപിധീയന്തേ ഒരുമിച്ചാവുമ്പോൾ അന്വപധീയന്തേ എന്നാവാണ്. എന്താ പറയണത്? നിശായാം നിർമുക്ത ശശിഭാസ്കരം. ബ്രഹ്മാവിൻ്റെ രാത്രി ചന്ദ്രസൂര്യന്മാരില്ലാത്ത വിധത്തിൽ അനുവൃത്തായാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂരാദയ ത്രയ ലോകാ തം ഏവ അനു അഭിധീയന്തേ, ഭൂർലോകം മുതലായ 3 ലോകങ്ങളും ആ ഭഗവാനെ തന്നെ അനുസരിച്ച് തിരോധാനം ചെയ്യപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ ഈ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ഈ 3 ലോകങ്ങളും ആ ലോകങ്ങൾക്ക് വെളിച്ചം നൽകുന്ന സൂര്യചന്ദ്രാദികളും ഭഗവാന്റെ അന്തർഭാഗത്ത് ഭഗവാനെ അനുസരിച്ച് ലയിക്കുന്നു എന്നർത്ഥം. വ്യക്തമായില്ലേ? ബ്രഹ്മദേവൻ്റെ രാത്രിയാകുന്ന നൈമിത്തിക പ്രളയത്തിൽ സൂര്യനും ചന്ദ്രനും ഇല്ലാതെയായിത്തീരുന്നു. ആ കാലത്ത് ഭൂമി, അന്തരീക്ഷം, സ്വർഗം, ഈ 3 ലോകങ്ങളും ഭഗവാനിൽ ലയിക്കുന്നു. പ്രളയകാലത്ത് സംഘർഷണൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി കൊണ്ട് 3 ലോകങ്ങളും ദഹിക്കുമ്പോൾ ഭൃഗു മുതലായ മഹർഷിമാർ മഹർലോകത്തെ ഉപേക്ഷിച്ച് സത്യലോകത്തേക്ക് പോകുന്നതാണ്. എനിക്കാണ് ആ ഒരു സങ്കല്പം, അതാണ് പിന്നെ പറയണത്.
ത്രിലോക്യാം ദഹ്യമാനായാം ശക്തിയാ സംഘർഷണാഗ്നിന യാന്ത്യുഷ്മണാമഹർലോകാജ്ജനം ഭൃഗ്വാദയോ അർദ്ദിതാഃ. ത്രിലോക്യാം ദഹ്യമാനായാം ശക്തിയാ സംഘർഷണാഗ്നിന, സംഘർഷണാഗ്നിന ശക്തിയ, അല്ലെങ്കിൽ ശക്തിയ സംഘർഷണാഗ്നിന, ഭഗവത് ശക്തിയായ സംഘർഷണൻ്റെ മുഖത്തിലെ അഗ്നിയാൽ ത്രിലോക്യാം ദഹ്യമാനായ മൂന്ന് ലോകവും ദഹിക്കുമ്പോൾ, ചുട്ടുപൊള്ളുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? അർദ്ദിതാഹ ഭൃഗ്വാദയ, വിഷമിക്കുന്ന ഭൃഗ്വാദികൾ മഹർലോകാത് ജനം യാന്തി, മഹർലോകത്തിൽ നിന്ന് ജനർലോകത്തിലേക്ക് പോകുന്നു. ബ്രഹ്മാവ് സൃഷ്ടിച്ച് ത്രിലോകം നശിക്കേണ്ട അവസരമെത്തുമ്പോൾ ആദിശേഷൻ്റെ മുഖത്തു നിന്ന് അഗ്നിജ്വാല അങ്ങനെ വന്ന് മേൽപോട്ട് വ്യാപിക്കും. അതികഠിനമായ ആ ചൂടുകൊണ്ട് മൂന്ന് ലോകവും ദഹിച്ചു പോവും. അഗ്നിജ്വാല മഹർലോകത്തിൽ എത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഭൃഗു മുതലായ ഋഷിമാർ മഹർലോകം വിട്ട് മുകളിലേക്ക് ജനർലോകത്തിലേക്ക് പോവും എന്നാണ് പറഞ്ഞത്. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തൈധിതസിന്ധവ, താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തൈധിതസിന്ധവ പ്ലാവയന്ത്യുത്കടാടോപചണ്ഡവാതേരിതോർമയ. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തൈധിതസിന്ധവ, ആ ഉത്കടമായ ക്ഷോഭത്തിൽ കലങ്ങിമറിഞ്ഞ് വമ്പിച്ച തിരമാലകളോടുകൂടിയിരിക്കുന്ന സമുദ്രങ്ങൾ കൽപ്പാന്തകാലത്ത് ചേർന്ന് എല്ലാ ദിക്കിലും പ്രളയം ഉണ്ടാവും. ആ പ്രളയത്തിൽ മൂന്ന് ലോകത്തെയും മുക്കും. മൂന്ന് ലോകവും ജലത്തിൻ്റെ അടിയിലാവുന്നർത്ഥം. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തൈധിതസിന്ധവ. ഭയങ്കരമായ ശബ്ദത്തോടു കൂടി കൊടുങ്കാറ്റ് കൊണ്ട് ഇളകി മറിഞ്ഞ് തിരമാലകളോടുകൂടിയ സമുദ്രം മൂന്ന് ലോകങ്ങളെയും മുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോഴോ ആ പ്രളയജലത്തിൽ ആദിനാരായണനായ ഭഗവാൻ ജനലോകത്തിലെ മുനികളാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ട് അങ്ങനെ ആദിശേഷനിൽ ആ അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയെ അവലംബിച്ച് ശാന്തനായിട്ട് ശയിക്കുന്നുണ്ടാവും. അന്തസ്സ തസ്മിൻ സലില ആസ്തേ അനന്താസനോ ഹരി യോഗനിദ്രാനിമീലാക്ഷ സ്തൂയമാനോ ജനാനലൈ. അന്തസ്സ തസ്മിൻ സലില ആസ്തേ അനന്താസനോ ഹരി യോഗനിദ്രാനിമീലാക്ഷ സ്തൂയമാനോ ജനാലയൈ. തസ്മിൻ സലിലെ അന്തഃ, ആ പ്രളയത്തിൽ അന്തർഭാഗത്ത് അനന്താസന, ആദിശേഷനാവുന്ന ഇരിപ്പിടത്തോടുകൂടിയ സഹരിഹി, ആ ശ്രീനാരായണൻ യോഗനിദ്രാനിമീലാക്ഷ, യോഗനിദ്രയെ അവലംബിച്ച് കണ്ണടച്ചുകൊണ്ടും ജനാലയൈഹി സ്തൂയമാനഃ ആസ്തേ, ജനലോകവാസികളാൽ ഋഷികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. കൽപ്പാന്തജലത്തിൻ്റെ മധ്യത്തിൽ ആദിശേഷനാകുന്ന മെത്തയിൽ യോഗനിദ്ര അനുഭവിച്ചുകൊണ്ട് തൻ്റെ ആ സ്വരൂപാനന്ദത്തിൽ ലയിച്ച് ഭഗവാൻ ശ്രീഹരി പകുതി അടഞ്ഞ ആ നേത്രങ്ങളോടെ ജനലോകത്തിലിരിക്കുന്ന മഹർഷിമാരുടെ സ്തുതി കേട്ട് അങ്ങനെ ശയിക്കുകയാണ്. എല്ലാം അടങ്ങുമ്പോഴും ശാന്തനായിട്ട് ഒരിക്കലും മങ്ങാതിരിക്കുന്നുണ്ട് ആ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ബോധം, പരബ്രഹ്മം എന്നുള്ള അർത്ഥമാണ്. അതിവിടെ കഥാരൂപത്തിൽ അങ്ങനെ വർണ്ണിക്കുകയാണ് നമുക്ക് മനസ്സിന് പിടികിട്ടാൻ വേണ്ടിയിട്ട്. ഏവം വിധൈഹി അഹോരാത്രൈഹി കാലഗത്യോപലക്ഷിതൈഹി അപക്ഷിതമിവാസ്യാപി പരമായുർവയശതം. ഏവം വിധൈഹി അഹോരാത്രൈഹി, ഏവം വിധൈഹി അഹോരാത്രൈഹി കാലഗത്യോപലക്ഷിതൈഹി, കാലഗത്യ ഉപലക്ഷിതൈഹി, ഏവം വിധൈഹി അഹോരാത്രൈഹി, കാലത്തിൻ്റെ ഗതിയോട് ചേർന്ന് ഇതുപോലുള്ള ആ അഹോരാത്രങ്ങളെക്കൊണ്ട് അസ്യ അപി വയശതം പരം ആയുഹു അപേക്ഷിതം ഇവ, ഈ ബ്രഹ്മാവിൻ്റെയും 100 വർഷമാവുന്ന പരമായുസ് ക്ഷയിച്ചതുപോലെ ആവുന്നു. ഇവിടെ 2000 ചതുർയുഗമാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം. അങ്ങനെ ഒരു 360 ദിവസങ്ങൾ കൂടിച്ചേർന്നാൽ ബ്രഹ്മാവിന് ഒരു വയസ്സാവും. ആ കണക്ക് പ്രകാരം 100 വയസ്സാണ് ബ്രഹ്മദേവൻ്റെ ആയുസ്, 2 പരാർത്ഥങ്ങൾ കൂടിയ കാലം.
ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞു. അതൊക്കെയാണ് ഇനി ഇവിടെ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ പകുതിക്ക് പരാർത്ഥം എന്നാണ് പറയുക. ഇതിലാദ്യത്തെ പരാർത്ഥം കഴിഞ്ഞുപോയി. ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തെ പരാർത്ഥമാണ്. അതായത് ബ്രഹ്മാവിന് പകുതി ആയുസ് കഴിഞ്ഞു എന്നർത്ഥം. നമ്മളും ബ്രഹ്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ ചോദിച്ചാൽ, പുരുഷായുസ്സിനെ അപേക്ഷിച്ച് എത്രയോ അധികമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അത്രയേ ഉള്ളൂ. 100 വർഷം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആ ഒരു കാലവും കഴിയും. യദർദ്ധമായുഷസ്തസ്യ പരാർദ്ധമഭിധീയത്തെ പൂർവഃ പരാർദ്ധോപക്രാന്തോ ഹ്യപരോദ്യ പ്രവർത്തത്തെ. ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ പകുതിക്ക് പരാർദ്ധം എന്ന് പേര്. ഇതിലാദ്യത്തെ പരാർദ്ധം കഴിഞ്ഞുപോയി. പൂർവഃ പരാർദ്ധോപക്രാന്ത ആണ്. അതിലെ ആദ്യത്തെ പരാർദ്ധം കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് അപരോദ്യ പ്രവർത്തതെ. അപരോദ്യ പ്രവർത്തതെ. അപരഹ അദ്യ പ്രവർത്തതെ. രണ്ടാമത്തെ പരാർദ്ധമാണിതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പകുതി ആയുസ് കഴിഞ്ഞു. ഇതാ ബാക്കിയാണ്. പൂർവസ്യാദൗ പരാർദ്ധസ്യ ബ്രാഹ്മോ നാമ മഹാനഭൂത് കൽപ്പോ യത്രാഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മേദിയം വിദുഃ. പൂർവസ്യാദൗ പരാർദ്ധസ്യ ബ്രാഹ്മോ നാമ മഹാനഭൂത്. ഇനി പ്രളയങ്ങളുടെ വിവരണമാണ്. ആദ്യത്തെ പരാർദ്ധത്തിൻ്റെ ആദ്യം കഴിഞ്ഞ കൽപ്പത്തിന് ബ്രാഹ്മകൽപ്പം എന്നു പേര്. മുൻപിലെ പരാർത്ഥത്തിൻ്റെ ആരംഭത്തിൽ ബ്രാഹ്മം എന്ന കൽപ്പമുണ്ടായി. പൂർവസ്യാദൗ പരാർദ്ധസ്യ അതാണ്. അപ്പോഴാണ് ശബ്ദബ്രഹ്മം ഉണ്ടായത്. അതായത് വേദം ഉണ്ടായതെന്നർത്ഥം. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് താല്പര്യം. അതുകൊണ്ട് ഇതിന് ബ്രാഹ്മം എന്ന് പറയും. ഈ കൽപ്പത്തിന് ബ്രാഹ്മകൽപ്പം എന്ന് പറയും. വേദസ്വരൂപനായ ബ്രഹ്മദേവൻ ഉണ്ടായത് ആ കൽപ്പത്തിലാണ്. അതുകൊണ്ടും ആ കൽപ്പത്തിന് ബ്രാഹ്മം എന്ന് പേര്. ബ്രഹ്മമായി ബന്ധപ്പെട്ടത് ബ്രാഹ്മം. അതിനുശേഷം പിന്നെതാ അടുത്ത കൽപ്പം. തസ്യൈവ ചാന്തേ കൽപ്പോഭൂത് യം പാത്മമഭിചക്ഷത്തെ യദ്ധരേർന്നാഭിസരസ ആസീൽ ലോകസരോരുഹം. അതേ പരാർത്ഥം അവസാനിക്കുമ്പോഴും കൽപ്പമുണ്ടായി. അതിന് പാത്മകൽപ്പം എന്ന് പേര്. ആ കൽപ്പത്തിൽ ശ്രീനാരായണൻ്റെ നാഭിയിൽ നിന്ന്, നാഭിസരസ ആസീൽ ലോകസരോരുഹം, നാഭികമലത്തിൽ നിന്ന്, അല്ലെങ്കിൽ നാഭിയാകുന്ന സരസിൽ നിന്ന്, നാഭികമലത്തിൽ നിന്നല്ല, നാഭിയാകുന്ന സരസിൽ നിന്ന് ലോകമയമായ താമര ഉണ്ടായി. ആസീത് ലോകസരോരുഹം, ലോകമാകുന്ന താമര ഉണ്ടായി. അതാണ് സങ്കല്പം. ഭഗവാൻ അങ്ങനെ കിടക്കണു. ഭഗവാന്റെ നാഭി, ആ നാഭിയിൽ നിന്നൊരു കമലമുണ്ടായി. ആ കമലമാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്നാണ്. ഈ ബ്രഹ്മാണ്ടം, എത്ര ലോകങ്ങളുണ്ട്, അതൊക്കെ ആ താമരയിലെ ദളങ്ങളാണ്. മനോഹരമായൊരു സങ്കല്പമാണത്. അയം തു കഥിതഃ കൽപ്പഃ ദ്വിതീയസ്യാപി ഭാരത വാരാഹ ഇതി വിഖ്യാതോ യത്രാസീത് സൂകരോ ഹരിഃ. അയം തു കഥിതഃ കൽപ്പഃ, ഭാരത അല്ലയോ ഭാരത, അയം കൽപ്പഃ തു ദ്വിതീയസ്യ ആദൗ അപി കഥിതഃ. ഈ കൽപ്പമാകട്ടെ രണ്ടാം പരാർത്ഥത്തിൻ്റെ ആദൗ അപി ആദിയിലുള്ളതാണെന്നും കഥിതഃ പറയപ്പെട്ടിരിക്കുന്നു. ഹരിഹി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, സൂകരഹ യത്ര ആസീത്, സൂകരൻ വരാഹം, ഭഗവാൻ വരാഹമായിട്ട് ഈ കൽപ്പത്തിലാണ് അവതരിച്ചത്. അതുകൊണ്ട് ഈ കൽപ്പത്തിന് വാരാഹ ഇതി വിഖ്യാത, വാരാഹകൽപ്പം എന്ന പേരിൽ ഈ ഒരു കൽപ്പം അറിയപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ ഓരോ ദിനവും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ കൽപ്പകാലമാണ്. അതുകൊണ്ട് ഇവിടെ കൽപ്പങ്ങളെ മുഴുവനൊന്നും വിസ്തരിക്കാൻ സാധിക്കില്ല. ബ്രഹ്മായുസ്സിൻ്റെ പൂർവ്വപരാർത്ഥത്തിലെ ആദ്യത്തിലും അവസാനത്തിലുമുള്ള ബ്രാഹ്മപാത്മകൽപ്പങ്ങളെ മാത്രം ഇവിടെ ഒന്ന് പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ ദ്വിതീയ പരാർത്ഥത്തിൻ്റെ തുടക്കത്തിലുള്ള വാരാഹകൽപ്പമാണ്. ശ്വേതവരാഹകൽപ്പത്തിൽ 7ാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ കലിയുഗത്തിൻ്റെ ആദ്യത്തെ പകുതിയാണ്, പ്രഥമ പാദമാണ് ഇപ്പോൾ എന്നാണ് പറയണത്. തനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാലശക്തിക്ക് വിധേയങ്ങളായ
വസ്തുക്കളുടെയൊക്കെ ആയുസ്സിൻ്റെ പരിണാമത്തെപ്പറ്റി ഒക്കെ പറഞ്ഞു ഇപ്പം. ഇനി അതിന് വിധേയമല്ലാത്ത അനാദ്യന്ത തത്വത്തെ 5 ശ്ലോകത്തിലായിട്ട് പരാമർശിക്കുകയാണ്. എന്താ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ? രണ്ടാമത്തെ പരാർദ്ധത്തിൻ്റെ ആരംഭത്തിൽ കഴിഞ്ഞ കൽപ്പത്തിന് വരാഹകൽപ്പം എന്ന പേര്. ആ കൽപ്പത്തിലാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് അതിന് വാരാഹം എന്ന് പേര് വന്നത്. വാരാഹം എന്ന് പറയുമ്പോൾ വരാഹവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. നോക്കുക. കാലോയം ദ്വിപരാർദ്ധാഖ്യോ നിമേഷ ഉപചര്യത്തെ അവ്യാകൃതസ്യ ആനന്ദസ്യ അനാദേർജഗദാത്മനഃ. കാലോയം ദ്വിപരാർദ്ധാഖ്യോ നിമേഷ ഉപചര്യത്തെ. കാലഃ അയം, ഈ 2 പരാർദ്ധകാലം ആദിയും അന്ത്യവുമില്ലാത്ത ജഗൽ സ്വരൂപമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തിൻ്റെ നിമേഷകാലമായിട്ട് ഗണിക്കാം. 2 പരാർദ്ധകാലം ആ ബ്രഹ്മത്തിൻ്റെ നിമേഷം എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അതുമല്ല, പറയുമ്പോൾ അങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ ആയുസ് പോലെ അക്ഷരബ്രഹ്മത്തിൻ്റെ ആയുസ് കണക്കാക്കാൻ നോക്കണ്ട, അത് പറ്റില്ല എന്നർത്ഥം. അത് കാലാതീതനാണ്. അയാൾക്ക് കാലവും ദേശവും ഒന്നും അയാളെ ബാധിക്കില്ല. അശക്തിയെ ഒന്നും ബാധിക്കില്ല. അത് കാലാതീതനും ജഗത്തിൻ്റെ ആത്മാവും ആദ്യന്തരഹിതനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവ്യാകൃതസ്യ ആനന്ദസ്യ അനാദേർ ജഗദാത്മനഃ. ജനനമരണങ്ങളൊന്നും ആ ബ്രഹ്മത്തിന്, ബോധത്തിന് ഇല്ല എന്നർത്ഥം. കാലോയം പരമാണ്വാതിർദ്വിപരാർദ്ധാന്ത ഈശ്വരഃ നൈവേശ്യുതും പ്രഭുർഭൂമ്ന ഈശ്വരോധാമമാനിനാം. കാലോയം പരമാണ്വാദിഃ ദ്വിപരാർദ്ധാന്ത ഈശ്വരഃ. പരമാണു മുതൽ ദ്വിപരാർദ്ധം വരെയുള്ള ഈ കാലം സ്ഥാനങ്ങളിലും ശരീരങ്ങളിലും അഭിമാനിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയവരുടെ അവസാനം വരുത്താൻ ശക്തിയുള്ളതാണെങ്കിലും പരിപൂർണ ബ്രഹ്മത്തെ, സച്ചിദാനന്ദ ബ്രഹ്മത്തെ, ബോധത്തെ ഇത് തൊടുപോലുമില്ല. തൊടാൻ പോലും സാധിക്കില്ല, ബാധിക്കില്ല എന്നർത്ഥം. അതിനുള്ള സാമർഥ്യം ഈ കാലത്തിനില്ല. ഭഗവാൻ കാലശക്തിക്കും അതീതനാണ്. വലിയൊരു ശക്തിയാണ് കാലം. ആ കാലത്തിനും അതീതനാണ് ആര്? ഭഗവാൻ. കാലകാലൻ എന്നൊക്കെ പറയില്ലേ. സർവവ്യാപിയായ ബ്രഹ്മത്തെ നിയന്ത്രിക്കാൻ ഈ കാലത്തിന് കഴിവില്ല. ഇവിടെയുള്ള നമ്മുടെ ശരീരത്തെയും വീടിനെയും ഇവിടെയുള്ള വസ്തുക്കളെയൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ അഭിമാനിക്കുന്ന ജീവന്മാരെ മാത്രമേ കാലത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ഭഗവാന്റെ കീഴിലാണ് കാലം. വികാരൈ സഹിതോ യുക്തൈ വിശേഷാദിഭിരാവൃതഃ ആണ്ഡകോശോ ബഹിരയം 50 കോടി വിസ്തൃതഃ ദശോത്തരാധികൈര്യത്ര പ്രവിഷ്ടഃ പരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ചാന്യേ കോടിശോ ഹ്യണ്ഡരാശയഃ തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണകാരണം വിഷ്ണോർധാമ പരം സാക്ഷാത് പുരുഷസ്യ മഹാത്മനഃ. 3 ശ്ലോകം ഒരുമിച്ചാണ്. ഒരുമിച്ച് തന്നെ പറയുകയാണ് അതിൻ്റെ സുഖം. അങ്ങനെയാണ് അന്വയിക്കുന്നതും. എന്താ പറയണത്? യുക്തൈ വികാരൈ സഹിത 50 കോടി വിസ്തൃതഃ ബഹിഃ വിശേഷാദിഭിഃ ദശോത്തരാധികൈ ആവൃതഃ അയം അണ്ഡകോശഃ യത്ര പ്രവിഷ്ടഃ പരമാണുവത് കോടിശഃ ഹി അണ്ഡരാശയഃ അന്യേ ച അന്തർഗതാഃ പരമാണുവത് ലക്ഷ്യന്തെ സർവകാരണകാരണം മഹാത്മനഃ പുരുഷസ്യ വിഷ്ണോഃ പരം ധാമ തത് അക്ഷരം ബ്രഹ്മ ആഹുഃ. എന്താ പറയണത്? യുക്തൈ വികാരൈ സഹിത, അഷ്ടപ്രകൃതികളോട് ചേർന്ന ഷോഡശവികാരങ്ങളോട് കൂടിയതും എന്ന് പറഞ്ഞാൽ 24 തത്വങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദാദി ഗുണങ്ങൾ. അപ്പോൾ 8 ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം 5 3 8 അവയുടെ വികാരങ്ങളായ 16 തത്വങ്ങളും ഇങ്ങനെ കൂടിച്ചേർന്നാണ് വിരാട് സ്വരൂപത്തെ നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ. ഇതാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. പിന്നെ മനസ്സും കൂടി ചേർന്നാൽ അത്രയായി 11. പിന്നെ ആകാശാദി പഞ്ചമഹാഭൂതങ്ങൾ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം.
അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ 16 പിന്നെ 50 കോടി യോജന വലിപ്പമുണ്ട് ഈ ഒരു ഭൂമിക്ക്. അതാണ് ആണ്ടകോശോ ബഹിരയം 50 കോടി വിസ്തൃത. 50 കോടി യോജന വലിപ്പമുള്ള ഈ ഭൂമി, അതിൻ്റെ 10 ഇരട്ടി ജലം വലിപ്പമുണ്ട് ജലത്തിന്, അതിൻ്റെ 10 ഇരട്ടി അഗ്നിക്ക്, അതിൻ്റെ 10 ഇരട്ടി വായുവിന്, വായുവിൻ്റെ 10 ഇരട്ടി ആകാശത്തിന്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിൻ്റെ 10 ഇരട്ടി അഹങ്കാരത്തിന്, അതിൻ്റെ 10 ഇരട്ടി മഹത്തത്വത്തിനും വലിപ്പമുണ്ട്. ആ മഹത്തത്വത്തിൻ്റെ 10 ഇരട്ടി വലിപ്പമാണ് പ്രകൃതിക്ക്. ഭൂമിയെ ജലവും, ജലത്തെ അഗ്നിയും, അഗ്നിയെ വായുവും, വായുവിനെ ആകാശവും, ആകാശത്തെ അഹങ്കാരവും, അഹങ്കാരത്തെ മഹത്തത്വവും, മഹത്തത്വത്തെ പ്രകൃതിയും അങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്, ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ ദശോത്തരാധികൈ യത്ര. അതാണ് ഇവിടെ 10 ഇരട്ടി 10 ഇരട്ടി എന്ന് പറഞ്ഞത്. പ്രവിഷ്ട പരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ചാന്യേ കോടിശോ ഹ്യണ്ടരാശയ തദാഹു അക്ഷരം ബ്രഹ്മ സർവകാരണകാരണം. അപ്പം ഇങ്ങനെ ഓരോന്നും ആകാശത്തെ അഹങ്കാരവും, അഹങ്കാരത്തെ മഹത്തത്വവും, മഹത്തത്വത്തെ പ്രകൃതിയും ആവരണം ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ വലിപ്പം. ഇതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്, ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ വലിപ്പം അങ്ങനെയാണ്. അങ്ങനെയുള്ള കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ പരമാണുക്കളെപ്പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ബ്രഹ്മം. ഒന്ന് ഭാവന ചെയ്യുക. അപ്പം ഇത്രയും വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ വലിപ്പം അവിടെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ അല്ല, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ അങ്ങനെ പരമാണുക്കളെപ്പോലെ, പരമാണു എന്തെന്നുള്ളത് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ പരമാണുക്കളെപ്പോലെ അങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ഈ വക ബ്രഹ്മാണ്ടങ്ങൾക്ക്, ഈ കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവൻ അടിസ്ഥാനമായി, അതിനൊക്കെ ഒരു ആധാരമായിട്ട് ഇരിക്കുന്നത് ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ സാധിക്കുമോ? അപ്പോൾ എല്ലാത്തിനും മൂലകാരണം ആണ് ഈ ബ്രഹ്മം. പുരുഷോത്തമനുമായ ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെ അക്ഷരബ്രഹ്മം എന്ന് പറയും. ക്ഷയിക്കാത്ത എന്നർത്ഥം, ഒരിക്കലും ചതവ് സംഭവിക്കാത്ത, നശിക്കാത്ത, നിർവികാരവും ഉപാധികളില്ലാത്തതുമായ സച്ചിദാനന്ദ തത്വം എന്നാണ് അക്ഷരബ്രഹ്മം. അപ്പം സർവകാരണങ്ങൾക്കും പരമകാരണമായിരിക്കുന്നത് ഏതൊന്നാണോ അതാണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പ്രകാശസ്ഥാനമായിരിക്കുന്ന അക്ഷരബ്രഹ്മം. അതിലും മഹത്തായ മറ്റൊന്നുമില്ല. വിഷ്ണോർധാമ പരം സാക്ഷാത് പുരുഷസ്യ മഹാത്മനഃ. ഇങ്ങനെയാണ് ഈ ഒരു അധ്യായം സമർപ്പിക്കുന്നത്. ഭഗവാന്റെ തന്നെ ശക്തിയായ കാലശക്തിയെപ്പറ്റി പറഞ്ഞു, കാലത്തെപ്പറ്റിയൊക്കെ വിസ്തരിച്ചു. ഈ കാലമൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ബോധമാണെന്നും പറഞ്ഞു. ഈ കാലത്തിൻ്റെ അപ്പുറത്താണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അറിയുകയാണ് വേണ്ടത്, അതിലേക്ക് എത്തിക്കുകയാണ്. അതിൽ പലതരത്തിൽ അങ്ങനെ അതിലേക്ക് എത്തിക്കുകയാണ് ഭാഗവതം. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഏകാദശോധ്യായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.